ഹലോ ഗൈസ്, നമ്മൾ ഫോർട്ടിവേഴ്സിൻ്റെ വീക്ക് 2 പാക്ക് ഓപ്പണിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങൾ ആദ്യം നമ്മളെ ചാനൽ ആണെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. കറണ്ട്ലി ഗൈസ് നമ്മൾ ലീഡർ ബോർഡ് റിവാർഡൊന്നും വന്നിട്ടില്ല. നമുക്ക് എന്തായാലും നമ്മളെ 3K ജംപ് പാക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് തുടങ്ങാം. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം. കിടിലൻ കാർഡ്സൊക്കെയാണ് ഗൈസ്, കെമൈക്കിളും പിന്നെ നമ്മളെ നെസ്റ്റയും ഡൽഗ്ലിഷും ഗുള്ളിറ്റൊക്കെ. കേസ് ഞാൻ നെസ്റ്റയുടെ ഇത് നോക്കിയപ്പോൾ കേസ് 800 ഷാഡേ ഉള്ളൂ നെസ്റ്റയ്ക്ക്. കേസ് ആരെങ്കിലും നല്ല സെൻട്രൽ ബാക്കിൽ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും എടുക്കേണ്ട കാർഡ് തന്നെയാണ് നെസ്റ്റയുടെ കാർഡ്. നല്ല ഒരു സ്റ്റാറ്റ്സൊക്കെ ഉള്ള കാർഡാണ്. കേസ് നിങ്ങൾക്ക് ഈ വീക്കിൽ നിന്ന് ആരെ കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ആരെ കിട്ടുമെന്ന്. ഓക്കെ, വോക്കൗട്ടുണ്ട് കേസ്. ഓക്കെ, വോക്കൗട്ടുണ്ട് എന്തായാലും. ഈ വീക്കിൽ ലക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, ഡെൻമാർക്ക് കേസ് സെൻട്രൽ മിഡാണ്. ഈ ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു ചാൻസ് ഉണ്ടായാലേ. സോ നമുക്ക് എന്തായാലും നമ്മളെ എക്സ്ട്രാ ടൈമിൽ നിന്ന് കുറച്ച് പിക്ക് ഓപ്പൺ ചെയ്യാൻ വന്നായിരിക്കും. നമ്മളെ ലീഡർ ബോർഡ് റിവാർഡ് എത്തുമായിരിക്കും. ഓക്കെ, 108ൻ്റെ ഒറ്റേവിയോ ആണ്. ബാക്കിയുള്ള എന്താ അറിയത്തില്ല. നിങ്ങൾ ആദ്യം നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കാം. നമ്മൾ റോഡ് ടു 1000 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, എല്ലാം കേസ് 108 വരെ പോകുന്നുള്ളൂ. 108ൻ്റെ മേലോട്ടൊന്നും കിട്ടുന്നില്ല. 109 ഇല്ല കേസ്, 107 മാക്സിമം വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഈ കേസ് ഈ പിക്കിന്ന് മാക്സിമം കിട്ടിയിട്ടുള്ളത് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് 110നെയാണ് മാക്സിമം കിട്ടിയിട്ടുള്ളത്. കുറേ വട്ടം കിട്ടിയിട്ടുണ്ട് വേറെ അക്കൗണ്ടിലായിട്ട്. കേസ് 108 തന്നെയാണ് മാക്സിമം വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും വെറൈറ്റിക്ക് മഡ് വീക്കിൻ്റെ കട എടുക്കാം. കേസ് നമുക്ക് ക്ലെയിം ചെയ്യാം കേസ് എല്ലാവരെയും കൂടി. ജസ്റ്റ് ഒന്ന് വോക്കൗട്ട് കാണാൻ കേസ് നമ്മളെ ആനിവേഴ്സറീൻ്റെ. സോ കുറച്ചുകൂടി ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇപ്പോൾ ഷാർട്ട് പിക്ക് കൂടി ചെയ്യാം കേസ്. ഷാർട്ട് പിക്ക് കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജെമ്മ് കളക്ട് ചെയ്ത് പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം. ഓക്കെ കേസ്, ഇതിനകത്തുനിന്ന് ഞാൻ ഇപ്പോൾ കുറേ ഡെയിലി ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് മറ്റേ ഇത് ഉള്ളതുകൊണ്ട് തന്നെ, പ്ലേയേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഷാർട്സ് 10-20 ആ റേഞ്ചിലേ പോയിട്ടുള്ളൂ. ഓ യെസ്, ഫസ്റ്റ് ടൈം നമുക്ക് 60 ഷാർട്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഫോർട്ടിവേഴ്സിൻ്റെ ഇതിനകത്തുനിന്ന്. ഓക്കെ, നമുക്കിനി എന്തായാലും നമ്മളെ അൺലിമിറ്റഡ് ബണ്ടിൽസും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അതനുസരിച്ച് നമുക്ക് അങ്ങനെ ഓപ്പൺ ചെയ്ത് പോവാം. ഓക്കെ, സോ ഒറ്റ മൈൻഡിൽ ഈ 7.5Kയുടെ ജംപ് പാക്ക് അങ്ങ് ഓപ്പൺ ചെയ്യുന്ന ഗൈസ്. ഇതെല്ലാം പാക്കാണ്. ഓക്കെ, എങ്ങാനൊരു 111 കിട്ടിയാലോ 110 കിട്ടിയാലോ ഡബ്ല്യു ആയിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ചെയ്യാം ഗൈസ്. നോക്കാം ആരെ കിട്ടുന്നതെന്ന്. നല്ല പ്രോബിലിറ്റി ഉണ്ട്, കാരണം വോക്കൗട്ട് എന്തായാലും ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യം ഈയുടെ കയ്യിൽ. ബാക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ഈ നമുക്ക് വോക്കൗട്ട് എടുക്കാം. ഇംഗ്ലണ്ടാണ് ഈ സെൻട്രൽ. ഓ ഗൈസ്, ഹീറോൻ്റെ കാർഡ് ഇത് 111. ഓ ഗൈസ്, നമ്മളെ 112ൻ്റെ കിങ്ങിൻ്റെ കാർഡാണ്. ഡബ്ല്യു തന്നെയാണ് ഗൈസ്. ഗൈസ്, ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ സെക്കൻഡ് അക്കൗണ്ടിൽ പാക്കുകൾ ഓപ്പൺ ചെയ്യാം. 3K ജെമ്മിൽ തന്നെ തുടങ്ങാം ഗൈസ്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഇതിനകത്ത് വോക്കൗട്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ വോക്കൗട്ട് കിട്ടും, ചിലപ്പം കിട്ടില്ല. അങ്ങനെയാണ് ഈ ഗൈസ്. വോക്കൗട്ടില്ല, കുഴപ്പമില്ല. കിമ്മിഞ്ചയുടെ കാർഡാണ്. ഇല്ലാന്ന് പറയുമ്പോൾ 108 ഗൈസ്. വലിയ കാര്യമൊന്നുമില്ല ഇപ്പോൾ 108നെയും കൊണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ അൺലിമിറ്റഡ് ബണ്ടിൽസ് ഓപ്പൺ ചെയ്യാം. അങ്ങനെയുണ്ടോ നോക്കാം ഗൈസ്. അൺലിമിറ്റഡ് ബണ്ടിൽസ്. വോക്കൗട്ട് ഉണ്ടോ? ഓ ഗൈസ്, വോക്കൗട്ട് ഉണ്ട്. ജർമ്മനി സെൻട്രൽ ബാക്ക് ഡോർട്ട്മുണ്ട്. ഡോർട്ട്മുണ്ടിൽ നിന്ന് ആരാണ് ഗൈസ്? നമ്മൾ ആൻറ്റൻ്റെ കാർഡാണ് 110. അതെന്തായാലും ഡബ്ല്യു ആണ് ഗൈസ്. നമുക്ക് 3K ജംപ് ബാക്കിൽ നിന്ന് 108നെ തന്നു. ഞാൻ അൺലിമിറ്റഡ് ബണ്ടിൽ നിന്ന് ഗൈസ് നമുക്ക് 110 തന്നു. അങ്ങനെയാണ് ഈ നമ്മളെ ചില സമയത്ത് പറ്റിക്കും, ചില സമയത്ത് അങ്ങ് കൂടുതൽ ആകർഷിക്കും ഗൈസ്. നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്തായാലും വോക്കൗട്ടില്ല. ഒരു വട്ടം കിട്ടിയെന്ന് വെച്ചിട്ട് എല്ലാ പ്രശ്നം തരണമെന്നില്ല ഗൈസ്. നമുക്ക് ഇന്നൊരു അൺലിമിറ്റഡ് ബണ്ടിൽസ് തന്നെ ഓപ്പൺ ചെയ്ത് അങ്ങ് തീർത്തേക്കാൻ ജമ്മ്. അത് കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റ് കൊണ്ട് കഴിഞ്ഞ് നമുക്ക് തേർഡ് അക്കൗണ്ടിലോട്ട് പോവാം.
ഓക്കെ, ഞാൻ ഒരു റോഡ് ടു ഗ്ലോറി പ്ലാൻ ചെയ്യണമെന്നുണ്ട്. നിങ്ങൾ എന്തായാലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതായത് 0 OVR ടു 118 ഓക്കെ 118 OVR എന്നുള്ള ആ ഒരു മൈൽ സ്റ്റോണ് ഇല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ് പുതിയൊരു അക്കൗണ്ട് ആക്കിയിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമ്മളത് നോക്കി ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് 20 ഷാർട്ടിനെക്കാട്ടും ബെറ്റർ എനിക്ക് തോന്നുന്നു 109 ഈ കാർഡ് എടുക്കുന്നതായിരിക്കും. കാരണം നമുക്ക് നെക്സ്റ്റ് ടൈം 2500 ടോക്കൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഷാർട്ട് പിക്ക് ഈ അക്കൗണ്ടിലൊന്നും ഓപ്പൺ ചെയ്യില്ല, കാരണം എനിക്ക് ഷാർട്ടിൻ്റെ ആവശ്യമില്ല ഈ അക്കൗണ്ടിൽ നിന്നും. ഓക്കെ 108 ഈ മാക്സിമം. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ബോൺമൗത്തിന് പ്ലെയർ എടുക്കാം. ബോൺമൗത്ത് അല്ലായിരുന്നു, ബോൺമൗത്തിന് പ്ലെയർ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, നമുക്ക് 108 കാർഡ് ഉണ്ട്, അതെടുക്കാം. ആൻഡ് ഇനിയും കേസ് 3 കൂടി ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാനുള്ള സാധനം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ തേർഡ് അക്കൗണ്ടിൽ ബാക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ 109 കാർഡാണ്. ഓക്കെ, അത് ഡബിൾ ആണ്. 109 കാർഡൊക്കെ കിട്ടുന്ന ഡബിൾ തന്നെയാണ്. ഒരെണ്ണൂടി ബാക്കിയുണ്ട്, അതെന്താവോ. കേസ് 108 കുഴപ്പമില്ല. എന്നാലും 109 തന്നല്ലോ കേസ്. ഇതിനകത്ത് ഇനി ഏതാവോ 108 തന്നെയാണ്. ഞാൻ കേസ് ക്ലെയിം ചെയ്യാം. എല്ലാവരും സെറ്റാണ്. നമുക്ക് കോമൻ്റെ വാക്കൗട്ട് ജസ്റ്റ് കണ്ടേക്കാം വെറുതെ. ഫ്രാൻസ് ലെഫ്റ്റ് മിഡ് അൽ നാസർ കോമൺ കേസ്. മര്യാദക്ക് പുള്ളിക്ക് ഭയങ്കര തന്നെ നിൽക്കുന്നതായിരുന്നു കുറച്ചൊരു ബെറ്റർ. നമുക്കിനി എന്തായാലും നമ്മളുടെ 3K ജെമ്മ് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങാം. കാരണം നമ്മളെ ഈ അക്കൗണ്ടിൽ കേസ് നമ്മളെ തേർഡ് അക്കൗണ്ടിൽ സാധാരണ അങ്ങനെ ജെമ്മ് ഉണ്ടാവലില്ല. പക്ഷേ ഇന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു 5000 ജെമ്മും പിന്നെ ഒരു 10K ജെമ്മും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചധികം ബാക്കുകൾ ഓപ്പൺ ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. വോക്കൗട്ടില്ല, അടിസക്ക് എന്തായാലും കേസ് ബാക്കിയുള്ള ഇവിടെ ഉണ്ടല്ലോ, നോക്കാം. 2500 വെച്ച് അങ്ങ് ഓപ്പൺ ചെയ്ത് പോവാം. മേ ബി നമുക്ക് എന്തായാലും 7.5K നമ്മളുടെ ഒരു 112 കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പരീക്ഷിച്ച് നോക്കാം. ചിലപ്പം ആയിട്ടുണ്ടെങ്കിൽ ഡബിൾ ആയിരിക്കുമല്ലോ. ഓക്കെ, വോക്കൗട്ട് ഉണ്ട്. ഇത് നമ്മളെ സിനദീൻ സിഡാനെ പകരമായിട്ട് ഇവർ കൊണ്ടുവന്ന കാർഡായിരിക്കും. ഗോൾ കീപ്പറായിട്ട് ഇത് അൾജീരിയയിലെ സിഡാനാണ്. ചിലപ്പോൾ വല്ല സിഡാൻ്റെ ഫാൻ ഇട്ട പേരായിരിക്കണം മോന്. നമുക്ക് എന്തായാലും കേസ് നമ്മളെ 7.5Kയുടെ ബാക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, വോക്കൗട്ട് ഗ്യാരണ്ടിയാണ്. നോക്കാം. അങ്ങനെ മൈക്കിളിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെൻമാർക്കാണ്. സെൻറ്റർ മിഡ് ഇത് നമ്മൾ ഒരു വട്ടം നിന്ന് പറ്റിച്ചാണ്. എന്നാലും ഈ 109 ഇച്ചിരി മോശമായിപ്പോയി. 110 തരായിരുന്നു ഇവർക്ക്. നമുക്ക് എന്തായാലും ഇനി അൺലിമിറ്റഡ് ബണ്ടിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ബാക്ക് ഓപ്പണിങ് അവസാനിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് പിക്കുകളോട്ട് കിടക്കാം ഗൈസ്. ഇതിനകത്ത് വോക്കൗട്ട് ഉണ്ടോ എന്ന് നോക്കാം. വോക്കൗട്ട് ഉണ്ടെങ്കിൽ അത് ഡബിൾ ആയിരിക്കണം, കാരണം ഇതിനകത്ത് വോക്കൗട്ട് കിട്ടുന്നത് എന്തായാലും നല്ല കാര്യമാണ്. ഓക്കെ, വോക്കൗട്ട് ഇല്ല ഗൈസ്. ഓക്കെ, ഇനി എന്തായാലും ഗൈസ് നമ്മളെ മാർക്കറ്റ് പിക്ക്, അതായത് നമ്മളെ ബാഡ്ജ് പിക്കും കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാം ആരെയാണ് കിട്ടുന്നതെന്ന്. 109 ഗൈസ്. ഓക്കെ, 109 കാർഡ് നല്ലതാണ്. ഇനി അങ്ങനെ പോരട്ടെ ഗൈസ്. 109 കാർഡിന് ഒരു കുറച്ചെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ 108 കാർഡ് ഒക്കെ അതും കുഴപ്പമില്ല. ആൻഡ് ഈ ലാസ്റ്റല്ല, ഇനി 2 ഉണ്ട്. 108 കാർഡ് ഇനി 2000 ടോക്കൺ കൃത്യമുണ്ട്. നോക്കട്ടെ ഗൈസ്, ഇതിനകത്ത് കിട്ടുമാവോ നല്ല ഏതെങ്കിലും കാർഡ്. ഗൈസ് 110 പലീനിയൻ്റെ കാർഡുണ്ട്. ഓക്കെ, അതെന്തായാലും ഡബിൾ തന്നെയാണ്. പറഞ്ഞോളി ബാക്കിയുണ്ട് ഗൈസ്, അതും കൂടി ഓപ്പൺ ചെയ്യാം. ഗൈസ് പലീനിയനെ കിട്ടിയ എന്തായാലും നല്ലത് തന്നെയാണ് ഗൈസ്. 108 കാർഡാണ്, കുഴപ്പമില്ല.